സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ എന്നാൽ അർത്ഥം ആമുഖം, മുഖവുര എന്നൊക്കെയാണ്. മുസ്ഹഫിൽ ഒന്നാമതായി എഴുതപ്പെടുന്നതും ഖുർആനിൽ ആദ്യം വായിക്കപ്പെടുന്നതുമായ അധ്യായം എന്ന നിലയ്ക്കാണ് ഇതിനെ സൂറത്തുൽ ഫാത്തിഹ അഥവാ പ്രാരംഭ അധ്യായം എന്നും ഫാത്തിഹത്തുൽ കിതാബ് അഥവാ വേദഗ്രന്ഥത്തിന്റെ പ്രാരംഭം എന്നും പറയപ്പെടുന്നത്. കൂടാതെ ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ് എന്നീ പേരുകളും ഈ സൂറയ്ക്കുണ്ട്. ഉമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്ഭവസ്ഥാനം, കേന്ദ്രം, പ്രധാന ഭാഗം, മാതാവ്, മർമ്മം എന്നൊക്കെയാണ് അർത്ഥം. ഖുർആനിന്റെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങളുടെയൊക്കെ സാരാംശം ഈ സൂറയിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഖുർആനിന്റെ കേന്ദ്രം എന്ന അർത്ഥത്തിൽ ഉമ്മുൽ ഖുർആൻ അഥവാ ഉമ്മുൽ കിതാബ് എന്ന് ഈ സൂറ അറിയപ്പെടുന്നത്. അസാസുൽ ഖുർആൻ അഥവാ ഖുർആനിന്റെ അസ്ഥിവാരം എന്നും ഈ സൂറ അറിയപ്പെടുന്നു. ഖുർആനിക വിജ്ഞാനങ്ങളുടെ മൗലിക വശങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള നിലയ്ക്കാണ് അസാസുൽ ഖുർആൻ എന്നറിയപ്പെടുന്നത്. മനസ്സിരുത്തി പഠിക്കാൻ താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ഈ സൂറത്ത് തന്നെ മതിയാകും എന്നർത്ഥത്തിൽ കാഫിയ അഥവാ മതിയായത് എന്നും ഈ സൂറ അറിയപ്പെടുന്നു. വിജ്ഞാന മൂല്യങ്ങളുടെ നിക്ഷേപം എന്ന ഉദ്ദേശത്തിൽ അൽ കൻസ് അഥവാ നിക്ഷേപം എന്നുള്ള പേരും ഈ സൂറയ്ക്കുണ്ട്. ഈ സൂറ ആരംഭിക്കുന്നത് അൽ-ഹംദു എന്നതുകൊണ്ടായതിനാൽ സൂറത്തുൽ ഹംദ് അഥവാ സ്തുതി കീർത്തനത്തിന്റെ അധ്യായം എന്നും ഈ സൂറ അറിയപ്പെടുന്നു. സൂറയുടെ അവസാന ഭാഗം പ്രാർത്ഥനയുടെ രൂപത്തിലായതിനാൽ സൂറത്ത് ദുആ അഥവാ പ്രാർത്ഥനയുടെ അധ്യായമെന്നും, നമസ്കാരത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതിനാൽ സൂറത്തു സ്വലാഹ് നമസ്കാരത്തിന്റെ അധ്യായം എന്നും ഈ സൂറ അറിയപ്പെടുന്നു. കൂടാതെ അസ്-സബഉൽ മസാനി 7 ആവർത്തിത വചനങ്ങൾ എന്ന് പറയുന്നതും സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ചാണ്.